കടലിലും ഹോർമൂസ് കടലിനും ചുറ്റുമുള്ള പ്രദേശങ്ങളിലും വീണ്ടും സംഘർഷം ശക്തമാവുന്ന സാഹചര്യമാണിപ്പോൾ. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്തിടെ നടന്ന സംഭവങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ഇറാന്റെ വാണിജ്യ കപ്പലായ തൗസിക് അമേരിക്കൻ സേന പിടിച്ചെടുത്തതാണ് ഈ പുതിയ പ്രശ്നങ്ങളുടെ തുടക്കം. ഒമാൻ കടലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കപ്പൽ ഹോർമൂസ് കടലിടുക്കിലെ അമേരിക്കയിലെ നിയന്ത്രണങ്ങളെ ലംഘിക്കാൻ ശ്രമിച്ചതായി അമേരിക്ക ആരോപിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കൻ നാവികസേന കപ്പലിൽ കയറി അതിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു. ഈ നടപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നൽകിയ സന്ദേശത്തിൽ കപ്പൽ ഇപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണെന്നും അതിൽ എന്താണ് ഉള്ളതെന്നും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു. ഈ പ്രസ്താവന പുറത്തു വന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ ആരംഭിച്ചു. ഇതിനു പിന്നാലെ ഇറാൻ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വന്നു. അമേരിക്കയുടെ നടപടി നിയമവിരുദ്ധമാണെന്നും ഇത് കടൽ കൊള്ള തന്നെയാണെന്നും ഇറാൻ ആരോപിച്ചു. ഒരു സാധാരണ വാണിജ്യ കപ്പലിനെ ആക്രമിച്ച് പിടിച്ചെടുത്തത് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുന്നതാണെന്ന് ഇറാൻ വ്യക്തമാക്കി. കൂടാതെ കപ്പലിന്റെ നാവിഗേഷൻ സംവിധാനവും അമേരിക്കൻ സേന തകർത്തുവെന്ന ഗുരുതര ആരോപണവും ഇറാൻ ഉന്നയിച്ചു. ഈ സംഭവത്തിന് നേരിട്ടുള്ള പ്രതികരണമാണ് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയതെന്നാണ് അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. ഒമാൻ കടലിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകളാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ എത്ര ഡ്രോണുകൾ ഉപയോഗിച്ചു, അതിൽ എത്ര ലക്ഷ്യത്തിലെത്തി, അമേരിക്കൻ കപ്പലുകൾക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചോ എന്ന സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ സൈനിക കമാൻഡ് കേന്ദ്രമായ ഖാദം അൽ അൻബിയ മുമ്പ് തന്നെ അമേരിക്കയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയുടെ പ്രകോപനത്തിന് കൃത്യമായ മറുപടി നൽകും എന്നായിരുന്നു അവരുടെ നിലപാട്. ആയതിനാൽ തന്നെ ഡ്രോൺ ആക്രമണം സംഭവിച്ചതായ റിപ്പോർട്ടുകൾ വന്നപ്പോൾ അത് അതിശയകരമായ കാര്യമല്ലായിരുന്നു. ആദ്യം കപ്പൽ പിടിച്ചെടുത്തുവെന്ന വാർത്ത ഇറാൻ നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കി. കപ്പലിൽ അമേരിക്കൻ സേനകർ കയറി നിയന്ത്രണം ഏറ്റെടുക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടെ ഇറാൻ തന്റെ നിലപാട് മാറ്റി. അതിന് പിന്നാലെയാണ് അവർ തിരിച്ചടി നൽകുമെന്ന് തുറന്നു പറഞ്ഞത്. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയിൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും ലോക ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിൽ ഒന്നാണ്. ഈ വഴിയിലൂടെ ലോകത്തെ വലിയൊരു ശതമാനം എണ്ണയാണ് കടന്നു പോകുന്നത്. ആയതിനാൽ ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു സംഘർഷവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാറുണ്ട്. ഇപ്പോൾ സ്ഥിതി കൂടുതൽ ഗൗരവമായത് മുമ്പ് നിലനിന്നിരുന്ന ദുർബലമായ വെടിനിർത്തൽ കരാർ തകർക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. അമേരിക്കയും ഇറാനും തമ്മിലുണ്ടായിരുന്ന ഈ കരാർ ഇതിനകം തന്നെ തളർന്ന നിലയിലായിരുന്നു. പുതിയ സംഭവങ്ങൾ അതിനെ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലാണ് നീങ്ങുന്നത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തെക്കുറിച്ച് അമേരിക്ക ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഉൾപ്പെടെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും അതീവ ജാഗ്രതയിലാണ്. ഒമാൻ കടലിലും പരിസര പ്രദേശങ്ങളിലും അമേരിക്കൻ സേന കൂടുതൽ കരുത്തോടെ നീങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സമൂഹവും ആശങ്കയിലാണ്. ഈ പ്രദേശത്ത് യുദ്ധസമാനമായ സാഹചര്യം രൂപപ്പെടുമോ എന്ന ഭയം ശക്തമാകുന്നു. പ്രത്യേകിച്ച് എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, വ്യാപാര പാതകളിലെ തടസ്സങ്ങൾ, കടൽ ഗതാഗതത്തിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ അടുത്ത ചില മണിക്കൂറുകളും ദിവസങ്ങളും വളരെ നിർണായകമാണ്. കൂടുതൽ സൈനിക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന സൂചന പുറത്തു വരുന്നുണ്ട്. ഒരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി. സാധാരണ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത്തരം സംഘർഷങ്ങൾ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ്. സാധനങ്ങളുടെ വില ഉയരുക, അന്താരാഷ്ട്ര യാത്രകളിൽ പ്രശ്നം തുടങ്ങിയവ അതിന്റെ ഫലമായി ഉണ്ടാകാം. ആയതിനാൽ ഈ പ്രശ്നം വേഗത്തിൽ പരിഹരിക്കപ്പെടണമെന്ന് ലോകമെമ്പാടുമുള്ളവർ ആഗ്രഹിക്കുന്നു. ഒടുവിൽ പറയേണ്ടത്, ഒരു ചെറിയ സംഭവമായി ആരംഭിച്ച ഈ പ്രശ്നം ഇപ്പോൾ വലിയ സംഘർഷത്തിലേക്ക് വളരുന്നു എന്ന് കാണിക്കുന്നു. വാണിജ്യ കപ്പൽ പിടിച്ചെടുക്കൽ, അതിന് പിന്നാലെയുള്ള ഡ്രോൺ ആക്രമണം, പരസ്പര ആരോപണങ്ങൾ ഇവയെല്ലാം ചേർന്ന് സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമല്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രദേശത്തെ സമാധാനം ഇപ്പോൾ വളരെ ദുർബലമായ നിലയിലാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സംഘർഷം സമാധാനപരമായി പരിഹരിക്കപ്പെടുമോ എന്നോ അതോ കൂടുതൽ വഷളാകുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.